വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 10 ദിവസം കൊണ്ട് ഇംപ്ലാന്റേഷൻ നടന്ന ഒരു കുട്ടിയുടെ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. 10 ദിവസം കൊണ്ട് ഇംപ്ലാന്റേഷൻ നടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രിപ്പയർഡ് ആക്കി ഇംപ്ലാന്റേഷൻ നടത്തിയെടുത്ത ഒരു സ്റ്റോറിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ കുട്ടി ചെയ്തതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരിക്കലും നമുക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, മോട്ടിവേഷണൽ വീഡിയോ ആണ്. കേൾക്കേണ്ടവർക്ക് കേൾക്കാം. നമ്മളൊന്ന് ബോഡി ഒന്ന് റീബൂട്ട് ചെയ്യാൻ, ആ കുട്ടി എഴുതിയ വേർഡാട്ടോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് വന്ന് പറയുന്നൊരു കാര്യമാണ്, ചേച്ചി ഞാൻ ഓവുലേഷൻ സമയത്ത് കോണ്ടാക്ട് ചെയ്തു, ഇനി എന്താവുമെന്ന് ആലോചിച്ചിട്ട് വയ്യ, ടെൻഷനാവുന്നു, ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാണ്. ചേച്ചി HCG ഇഞ്ചക്ഷൻ എടുത്തു, എന്താണ് റിസൾട്ട് എന്നറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. ചേച്ചി IUI കഴിഞ്ഞു, ചേച്ചി IVF കഴിഞ്ഞു, ടെൻഷനാണ്, എന്താകുമെന്നറിയില്ല. അതുപോലെ മെഡിസിൻസൊക്കെ എടുക്കുന്നു, ടെൻഷനാണ് ചേച്ചി, സ്ട്രെസ്സാണ് ചേച്ചി, പോസിറ്റീവ് ആകുമെന്നറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ഓരോ ടെൻഷനും ഓരോ സ്ട്രെസ്സും നമ്മുടെ കുഞ്ഞിനെ വളരെ മോശകരമായിട്ട് തന്നെ ബാധിക്കും. കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ പ്രത്യേകിച്ചും ഏർലി സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം കുഞ്ഞ് അവിടെ പിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് കുഞ്ഞ് ആ ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലെത്തി ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു പ്രക്രിയയിൽ, ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും സെക്കൻഡറി ആയതിനു ശേഷം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ട് ഏറ്റവും പ്രൈമറി പൊസിഷനിൽ വരുന്നത് ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നമ്മുടെ കുഞ്ഞിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരീരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫെർട്ടിലൈസേഷൻ, ആ ഒരു സമയത്ത് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് കഴിഞ്ഞു. പിന്നീടുള്ള ഓരോ തവണയും നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട്. ഈ ഒരു ടെൻഷൻ നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശരീരം ആ ടെൻഷൻ ആദ്യം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കും. കാരണം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ചിന്തിച്ച് നോക്കുക, ടെമ്പറേച്ചർ കൂടും, നമ്മളൊന്ന് വേർക്കുന്നതായിട്ട് തോന്നും, നമ്മുടെ നെഞ്ചിലൊരു തീ ഒന്ന് പാളുന്നതായിട്ട് പോലുള്ള ഒരു വൈബ് വരുന്ന പോലെ, ഒരു ആന്തൽ വരുന്നത് പോലെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ, നമ്മുടെ ശരീരം ആ തല മുതൽ താഴെയുള്ള ആ വിരൽ വരെയുള്ള ഓരോ ഭാഗത്തും അത് ബാധിക്കും. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ, നമ്മുടെ യൂട്രസിനെ ഒക്കെ അത് ബാധിക്കും. അപ്പം നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന കാര്യത്തിനെ സെക്കൻഡറി ആക്കി വെക്കും. അത്രയും നാൾ വരെ പ്രൈമറി പൊസിഷനിൽ നിന്ന് ഈ കാര്യം സെക്കൻഡറി ആയതിനു ശേഷം നമ്മുടെ ശരീരത്തിനെ കൂളാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴേക്കും നാച്ചുറലി ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവർ പ്രഗ്നൻ്റ് ആകാം. പക്ഷേ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് എടുത്തിട്ട് മുമ്പോട്ട് പോകുന്നവർ, HCG ഇഞ്ചക്ഷൻ എടുക്കുന്നു, മെഡിസിൻ കഴിക്കുന്നു, പ്രൊജസ്ട്രോൺ കഴിക്കുന്നു, IUI ചെയ്യുന്നു, IVF ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ടെൻഷനും കൂടി നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ ഒന്നും കൂടി വലിച്ച് കീഴ്പോട്ടിടുന്ന പോലെ ആയിപ്പോവും. നമ്മൾ ഈ ഒരു ടെൻഷൻ അനുഭവിക്കുമ്പോഴേക്കും ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും. ഈ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം മുൻപോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം സെക്കൻഡറി ആയി പോകുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റും നിന്ന് പലതും പറയുന്നുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ഇൻലോസ് പറയുന്നുണ്ടാവും കുഞ്ഞായിട്ടില്ലല്ലോ, നിങ്ങളുടെ പാരൻസ് പറയുന്നുണ്ടാവും കുഞ്ഞായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് വരെ നമ്മളോടൊന്ന് ചോദിക്കുന്നുണ്ടാവും, നമുക്ക് കുഞ്ഞൊന്നും ആയില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്നുണ്ടാവും. നാട്ടുകാർക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാകും, വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ ആ എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് മാറ്റി വെക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്തും, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും, നിങ്ങളുടെ പ്രഗ്നൻസി സമയത്തും, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവോളം ടെൻഷൻ അടിച്ചോ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താകും റിസൾട്ട് എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്ന പ്രോസസ്സ് നീണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എത്ര മെഡിസിൻ എടുത്തിട്ട് നമുക്കൊരു കാര്യം ഇല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ എസ്പെഷ്യലി നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള നമ്മൾ
ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുണ്ടാകും, അതല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും കിടക്കുന്ന നേരത്താണെങ്കിലും സമയം ഉണ്ടാക്കി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ഈ ടെൻഷൻ്റെ അസുഖമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരിക കേട്ടോ. ഈ ടിപ്പ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന രീതി അനുസരിച്ചിട്ട് ഫോളോ ചെയ്യുക. 100% ഞാൻ പറയുന്ന രീതി അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ടിപ്പ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു റൂം അടച്ചിട്ടിരുന്ന് നിങ്ങൾ എന്നെ കേൾക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ണൊന്ന് പയ്യെ അടയ്ക്കുക. കണ്ണ് പയ്യെ അടച്ച് നിങ്ങൾ ചുറ്റുമുള്ള ഒരു സൗണ്ടും കേൾക്കാതെ എന്നെ മാത്രം നിങ്ങൾ കേൾക്കുക. ഒരു സൗണ്ടോ ഒന്നും നിങ്ങൾ ടി വിയുടെ സൗണ്ടോ ചുറ്റുമുള്ള വേറെ ഏത് സൗണ്ടോ ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദം മാത്രമാണ്. നിങ്ങളത് കേട്ടതിന് ശേഷം ഒരു സമുദ്രം നിങ്ങൾ മുമ്പിൽ കാണുക. അതായത് ബീച്ചിൽ പോയിട്ടുള്ളവരുണ്ടാകും, പോകാത്തൊരു പിക്ചറെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊരു ബീച്ച് മനസ്സിൽ കാണുക. ഒരുപാട് തിരകളുള്ള ഒരു ബീച്ചല്ല കേട്ടോ. രാവിലെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു ശാന്തമായിട്ടുള്ളൊരു ബീച്ച് ഉണ്ടാവില്ലേ, ആ ഒരു ബീച്ച് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ ബീച്ചിൻ്റെ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു അറ്റത്ത് ചെന്നൊരു മുട്ടലുണ്ടാവില്ലേ, അതായത് നമ്മുടെ കണ്ണ് ചെന്നെത്തുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ, ആ ഒരു സ്ഥലം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ സ്ഥലത്തേക്ക് പയ്യെ ആ കടലിൽ നിന്ന് ഒരു താമര പൊങ്ങി വരിക കേട്ടോ. ആ താമര മൊട്ടാണ്. പയ്യെ നിങ്ങൾ ആ താമരയിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ആ താമര മൊട്ട് വിടർന്നു വരികയാണ് കേട്ടോ. വിടർന്നു വരുന്ന ആ ഓരോ സമയത്തും അതിന് ചുറ്റും പ്രകാശവലയം കാണപ്പെടുന്നുണ്ട്. അതായത് ആ താമരമുട്ടിൽ നിന്ന് ഒരു പ്രകാശം, അത്യുജ്വലമായിട്ടുള്ള ഒരു പ്രകാശവലയം അതിൽ നിന്ന് നമ്മൾ കാണുന്നു. നിങ്ങളത് മനസ്സിൽ സങ്കല്പിക്കുക. ആ പ്രകാശവലയത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവം പുറത്തേക്ക് വരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പരമകാരുണ്യവാനായിട്ടുള്ള ഏത് ദൈവവുമായിക്കോട്ടെ, ഹിന്ദുക്കളുടെ ദൈവം, ക്രിസ്ത്യൻസിൻ്റെ ദൈവം, മുസ്ലിംസിൻ്റെ ഏതാണോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ ദൈവത്തെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ ദൈവം അതിലുണ്ട്, നിങ്ങൾ ചിന്തിക്കുക. ആ ദൈവം നിങ്ങളെ നോക്കി പയ്യെ പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ച ആ ദൈവത്തോട് നിങ്ങൾ പറയുക, നിങ്ങളുടെ ദുഃഖം പറയുക. ഒരു കുഞ്ഞുണ്ടാകണമെന്ന് നിങ്ങൾ അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ദുഃഖം നിങ്ങൾ ദൈവത്തിനോട് പങ്കുവയ്ക്കുക. ദൈവമേ, ഒരു കുഞ്ഞില്ലാത്ത ഒരു ദുഃഖത്തിൽ ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഒരുപാട് വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഈ ആകുലതകളും നീ മാറ്റിത്തരണമേ. എനിക്ക് നല്ലൊരു പൊന്നോമനയെ തന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കി പ്രാർത്ഥിക്കുക. ആ പുഞ്ചിരിക്കുന്ന മുഖത്ത് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യെ ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ എപ്പോഴെങ്കിലും നിൻ്റെ കൈ വിട്ടിട്ടുണ്ടെങ്കിലും നീ ഒരിക്കലും എൻ്റെ കൈ വിടരുതേ. നീ എന്നെ ചേർത്ത് പിടിക്കണമേ. നല്ലൊരു കുഞ്ഞിനെ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് നല്ലൊരു പൊന്നോമനയെ എനിക്ക് എൻ്റെ ഭർത്താവിനും തന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവം ഇപ്പോഴും നിങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിരിയിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരും എന്ന രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം തന്ന് പയ്യെ ദൈവം ആ താമരയിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു. പതിയെ ആ താമര ചുരുങ്ങി ആ കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകുന്നു. ഈ ഒരു സമയം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ഇരിക്കുക. പയ്യെ നിങ്ങളുടെ ശ്വാസം ഒന്ന് എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പോവുക. ഒരു ബ്രീത്ത് ഇൻ, നമ്മൾ ഉള്ളിലോട്ട് നല്ല പോലെ ഒന്ന് ശ്വാസം വലിച്ച്
പുറത്തേക്ക് നിങ്ങൾ ആ ഒരു ശ്വാസം വിടുക. എന്നിട്ട് പയ്യെ പയ്യെ നിങ്ങൾ നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കുക. ആ കണ്ണ് തുറക്കുന്ന ആ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കണ്ടു ഇല്ലേ? നമ്മളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരു അമ്പാടിക്കണ്ണനെ ആണെങ്കിലും ഒരു ശിവഭഗവാനെ ആണെങ്കിലും ക്രിസ്തുവിനെ ആണെങ്കിലോ ഒക്കെ ആ ദൈവത്തെ നമ്മൾ കണ്ടു. ആ ദൈവം നമ്മളെ നോക്കി പുഞ്ചിരിച്ചു. ഈ ഒരു സമയം നമ്മൾ റിലാക്സ്ഡായി അല്ലേ? ഇത് ഫോളോ ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും റിലാക്സ്ഡായി, എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു കാര്യമാണത്. നമ്മളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവുന്ന ആ സമയത്ത് എവിടെ നമ്മുടെ സ്ട്രെസ് പോയില്ലേ? പുള്ളി ഓടിപ്പോയില്ലേ? ആ സ്ട്രെസ്സ് നമുക്ക് പോകും. എപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലോട്ട് സ്ട്രെസ്സ് വരുന്നത്. ആ സ്ട്രെസ്സ് നമുക്ക് ഒന്നും തരാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്ന ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും, നിങ്ങളുടെ ബോഡി ഒന്ന് റിലാക്സ്ഡ് ആവും. നിങ്ങൾ ആ ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ പഴയ പോലെ ആക്റ്റീവ് ആകും. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു രീതിയല്ല യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ടെൻഷനില്ലാതെ സ്ട്രെസ്സില്ലാതെ നിങ്ങൾ മുൻപോട്ട് പോകും. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ടെൻഷനും നിങ്ങൾ അമ്മയാകാനായിട്ടുള്ള സാധ്യത നീട്ടി കൊണ്ടുപോകും, ഒരിക്കലും അടുപ്പിച്ചുകൊണ്ട് വരില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് പരമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന്. ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണാത്ത എൻ്റെ സഹോദരങ്ങളെ പോലെ ചിന്തിച്ചുകൊണ്ടോ നിങ്ങളുടെ വിഷമം ഒരു അമ്മയായിട്ടുള്ള എനിക്ക് അറിയാം എന്നുള്ളൊരു കാര്യം കൊണ്ടുമാണ് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്തത്. ഇതിലും നെഗറ്റീവ് കമൻറ്റ് സെക്ഷനുമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടാകും. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വീഡിയോ കാണുന്നതിന് 1 മിനിറ്റ് പോലും മുമ്പ് തന്നെ നെഗറ്റീവായിട്ട് ഡിസ്ലൈക്ക് അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾ റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത് എപ്പോഴൊക്കെയാണോ അത് നിങ്ങൾ ആ സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്ത്തായി പോയിട്ടുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ എന്നാലും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.